അയ്യോ ആ തീറ്റപ്രാന്തി പെണ്ണുള്ള എൻ്റെ ബിരിയാണി മൊത്തം തിന്നോ ആവോ. ഇപ്പം എങ്ങനെ അമേരിക്കനമായി കയറി വരുമോ പോയി നോക്കിയാൽ. എടീ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന സാധാരണ നീ കൂളായിട്ടായിരിക്കാറ്. ഓ ഒന്നുമില്ല അമ്മായി. അമ്മായി വാ കയറിയിരിക്കും. ഓക്കെ ഡി കയറി. ഓ ഇവിടെയൊക്കെ ആകപ്പാട് മാറിയല്ലോ. ഈ ചില്ലൊക്കെ ഞാൻ പണ്ട് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ മറ്റേ ഇതായിരുന്നു. ആണ് വെച്ച് ഇവിടേക്ക് മറ്റേ ഈ എന്നെ വേറെ പ്രശ്നം അത് കണ്ടിങ്ങനെ വെച്ചേക്കായിരുന്നു. ഞാൻ കുറേ നാൾ അമേരിക്കയിലല്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒന്ന് വേഗം എടുക്കുക. എനിക്ക് വിശക്കുന്നു. അകത്തുമല്ലോ നീ വെച്ചിട്ടുണ്ടോ? എന്നതാടി അകത്തോട്ടൊന്നും പോകണ്ട. ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് വരാം. അവിടെ ഇരുന്ന് അമ്മായി. അല്ല ഞാനൊക്കെ ഒന്ന് അകം കാണട്ടെ. ഈ പെണ്ണിനെ കൊണ്ട് അധികം നടത്തിക്കാതിരിക്കാനല്ലേ. സോ കെയർ. ദൈവമേ ഉടങ്ങാൻ തിന്ന് കാണും മൊത്തം. ഷൂ ഇവിടെ ഒന്നുമില്ല. വേണ്ട അമ്മായി. വിശക്കുന്നടി ഒന്നും കൊണ്ടുപോകാം. അമ്മായി ഇവിടെ ഒന്നുമില്ല. ഞാനും വരാം. ആ ഇടിയോ ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ട് ഇത്രയുള്ള ജീൻസൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കുക. ഇതൊക്കെ പുതിയ അവിടുത്തെ ഫാഷനാണ്. എൻ്റെ മുടി കണ്ടോ ഞാൻ കളർ ചെയ്തു. ഞാൻ പണ്ട് സാരിയൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. ഇപ്പം അതൊക്കെ മോഡേണായെന്നല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇടാൻ പോവാം. എനിക്ക് ഇതുപോലത്തെ കംഫർട്ടബിൾ. നീ വല്ല ഇതുപോലത്തെ വല്ല ഇടടി. അമ്മായി ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മായി നിക്ക്. അമ്മായി ഒരു കാര്യം പറയട്ടെ. അമ്മ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന ആ ചേച്ചിയില്ലേ, ആ ചേച്ചി ഞാൻ ഇവിടെ ഉണ്ടാക്കി എന്ത് കഴിക്കും. തീറ്റ ഒരു പ്രാന്തിയാള്. ആ ഉണ്ടാക്കാനും മടിയല്ലേ അത് തന്നെ. അമ്മായിക്ക് എങ്ങനെ അറിയാം? പണ്ട് ഞാനും ഇങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പം അവളിങ്ങനെ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും കഴിക്കാനുണ്ടെന്ന്. അപ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ വീട്ടിലോട്ടേക്ക് കയറും, സാധനം എടുക്കും, കഴിക്കും. അതുകൊണ്ട് ഇത്രയും പാർട്ട് 3 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.